Good morning, dear students. Welcome to a new online class of our chapter Reaping Gold from Soil. ഈ ചാപ്റ്ററിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. In the last class, you have seen how we can do layering in a plant. അല്ലെങ്കിൽ what are the steps of layering? I think it is very clear for you. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നു. അപ്പോൾ നമ്മള് പിന്നെ ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ വി ഹാവ് സീൻ അല്ലെങ്കിൽ വി ഡിസ്കസ്ഡ് വൺ ടൈപ്പ് ഓഫ് ലെയറിംഗ്, എയർ ലെയറിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ലെയറിംഗ് എന്തായിരുന്നു? പിന്നെ സ്പ്രൗട്ടിംഗ് റൂട്ട്സ് ഓൺ എനി സ്റ്റെം പാർട്ട് അല്ലെ, ഏതെങ്കിലും ഒരു സ്റ്റെം പാർട്ടിൽ റൂട്ട് സ്പ്രൗട്ട് അല്ലെങ്കിൽ റൂട്ട് മുളപ്പിക്കുക, അതിനുശേഷം അത് റീപ്ലാന്റ് ചെയ്യുക, അതായിരുന്നു ലെയറിംഗ്. അപ്പൊ അതിന്റെ ഒരു മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇൻ ദിസ് ക്ലാസ് we have to discuss another type of layering. മറ്റൊരു തരത്തിലുള്ള ലെയറിംഗ് അല്ലെങ്കിൽ ലെയറിംഗിന്റെ വേറൊരു രീതിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ എ വീഡിയോ. So today I am going to do layering in this hanging jasmine plant. It is hanging from a tree. And in the case of ground layering, we do not want to, we need not remove the skin of this jasmine plant. ഇതിൻ്റെ സ്കിന്ന് നമ്മളിപ്പോൾ എയർ ലെയറിങ് ചെയ്തപ്പോൾ ആ അമ്പഴങ്ങൻ്റെ തൊലി കട്ട് ചെയ്ത് മാറ്റിയില്ലേ, അങ്ങനെ തൊലി കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല ഗ്രൗണ്ട് ലെയറിങ് ചെയ്യുമ്പോൾ. ഗ്രൗണ്ട് ലെയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ടിനെ സോയിലിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന സ്റ്റെം പാർട്ടിൽ ലെയറിങ് ചെയ്യുന്നതിനാണ് എന്ത് പറയണത്, ഗ്രൗണ്ട് ലെയറിംഗ് എന്ന് പറയുന്നത്. ഇനി സോയിലിൽ ടച്ച് ചെയ്യാതെ നിൽക്കുന്ന മുകളിലൊക്കെ നിൽക്കുന്ന പാർട്ടുകളിൽ ചെയ്യുന്നതിനാണ് എയർ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എയർ ലെയറിങ്ങിന് we want to remove the bark of the stem, but for ground layering we need not do that. അതിൻ്റെ ആവശ്യം വരുന്നില്ല. എങ്കിലും ഇപ്പോൾ I am going to do this in two ways. One is without removing the skin and the other one is this one by removing the skin. അപ്പോൾ രണ്ടെണ്ണം ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്നിൽ സ്കിന്ന് റിമൂവ് ചെയ്യുന്നില്ല, ഇതിൽ സ്കിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഈ മണ്ണിൽ വെക്കുക വേണ്ടത്. ഈ മണ്ണാണ് ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് സോയിൽ ആൻഡ് സാൻഡ്. മണലും മണ്ണും കൂട്ടിയെടുത്ത ഒരു മിക്സറാണിത്. ഇതിൽ വളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി വി വാണ്ട് ടു ഡിപ്പ് ദിസ് പ്ലാന്റ് സ്റ്റെം പാർട്ട് ഇൻ ദിസ് സോയിൽ. ഇതിൽ നമ്മളത് ഒന്ന് മണ്ണിൽ ഇറക്കി വെക്കുക, അതിൻ്റെ മണ്ണുകൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചാൽ മതി, ശരിക്കും സ്കിന്നൊന്നും കളയാതെ ഇങ്ങനെ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത്. ഇതിമ്മ മുല്ലമ്മ മുട്ടൊക്കെ ഉണ്ട് കുറച്ച്. ഇനി ഇത് ചിലപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ ഒരു വെയിറ്റ്, ലെറ്റ്സ് പ്ലേസ് എ സ്റ്റോൺ ഓർ ലൈക്ക് ദാറ്റ് സംതിങ്, വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്ന, ആ വള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഗ്രൗണ്ട് ലെയറിങ് ചെയ്യുന്നത്. നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്ന അത്രയും ബുദ്ധിമുട്ട് ഗ്രൗണ്ട് ലെയറിങ്ങിനില്ല. ഇനി ഗ്രൗണ്ട് ലെയറിങ് ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ഇങ്ങനെ ഗ്രൗണ്ടിലൂടെ ടച്ച് ചെയ്ത് കിടക്കുന്ന പ്ലാന്റ്സിൽ ചെയ്യാനാണ്. പക്ഷേ ബാക്കിയുള്ള പ്ലാന്റ്സിൽ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്താൽ മതി, അത് ഇതേപോലെ ഒരു വെയിറ്റ് വെച്ച് അവിടെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ദർ മേ ബി എ ചാൻസ് ഓഫ് അത് പോരാനുള്ളൊരു ചാൻസ് ഉണ്ടാവും. In this video, we have seen another method of layering. അല്ലേ, അതായത് മണ്ണിലേക്ക് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെമ്മില് അല്ലെങ്കിൽ ഒരു സ്റ്റെം പാർട്ടില് ഹൗ വി ക്യാൻ ഡു ലെയറിംഗ് എന്നുള്ളത് നമുക്ക് ഇതിന് മനസ്സിലായി. അപ്പോൾ രണ്ടാമതൊരു ടൈപ്പ് ലെയറിംഗ് കൂടി നിങ്ങൾ പഠിച്ചു. ആൻഡ് യു ഷുഡ് റൈറ്റ് ഡൗൺ ദിസ് മെത്തേഡ് ആൻഡ് ദിസ് പ്രൊസീജിയർ ഓൾസോ ഇൻ യുവർ സയൻസ് ഡയറി. ആൻഡ് യു ഹാവ് ടു ഡു ദിസ് ഇൻ any of your plant in your home. And also you have to you must send a photo to me. ഒരു ഫോട്ടോ അയച്ചു തരുന്നത് ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതണം. പിന്നെ വീട്ടിൽ നിങ്ങളിത് നന്നായിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. ഈ മെത്തേഡിലും കൂടെ ഉള്ളത് ചെയ്ത് നോക്കണം. ഇനി ലെറ്റ്സ് ഡിസ്കസ് മോർ ഫാക്ട്സ് അബൌട്ട് ദിസ് ലെയറിംഗ്. So now let's discuss more details about this layering. The first one is most of the plants can be grown this way. അതായത് ഒരുവിധം എല്ലാ തരം ചെടികളെയും നമുക്ക് ഇങ്ങനെ ലെയറിങ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം, വളർത്താൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം ഹോക്ക് പ്ലം ട്രീയിൽ കണ്ടു. പിന്നെ നൗ ഇറ്റ് ഈസ് ഡൺ ഇൻ എ ജാസ്മിൻ പ്ലാന്റ്. പിന്നെ കുറേ കുട്ടികൾ മാവിലൊക്കെ ചെയ്തത് അയച്ചെന്നു. അങ്ങനെ നമുക്ക് ഒരുവിധം എല്ലാതും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പേരക്ക, ചിക്കു, പിന്നെ ജാക്ക് ഫ്രൂട്ട്, മാംഗോ, അങ്ങനെ എല്ലാ ട്രീയിലും നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഈസ് പ്ലാന്റ്സ് ഫോംഡ് ഫ്രം ലെയറിംഗ് ഡു നോട്ട് ഹാവ് ആസ് മച്ച് ലൈഫ് സ്പാൻ ആസ് പ്ലാന്റ്സ് ഫോംഡ് ഫ്രം സീഡ് ജെർമിനേഷൻ.
അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു വിത്ത് മുളപ്പിച്ചുണ്ടാക്കുന്ന ഒരു ചെടിയുടെ അത്ര തന്നെ ആയുസ് ഇങ്ങനെ നമ്മൾ ലെയറിങ് ചെയ്തുണ്ടാക്കുന്ന ചെടികൾക്ക് കിട്ടാറില്ല. അതായത് അത്രയും ലൈഫ് സ്പാൻ അതിന് കിട്ടാറില്ല. അതായത് അതിൻ്റെ മുന്നേ അത് കേടായിപ്പോൾ. ദേ വിൽ ബി സ്മോളർ ഓഫ് സൈസ് ടു. എന്താണ്, അതിൻ്റെ സൈസും വളരെ കുറവായിരിക്കും. ഇപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു മാവോ പ്ലാവോ ഒക്കെ ആണെങ്കിൽ നല്ല സൈസിൽ നന്നായിട്ട് വളർന്ന് വലുതാവുന്ന മരങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ലെയറിങ് ചെയ്തുണ്ടാക്കുന്ന മരങ്ങൾ അധികം ഉയരത്തിലൊന്നും പോവാതെ ഏകദേശം ഒരു മനുഷ്യൻ്റെ അത്രയും ഉയരത്തിലൊക്കെ ഇത് വളരാറുള്ളൂ. അത്രയും വലിപ്പത്തിൽ മാത്രമേ അത് ഉണ്ടാവാറുള്ളൂ. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് ദേ ഹാവ് ക്വാളിറ്റീസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്. അതായത് നമ്മൾ ഏത് ചെടിയിൽ നിന്നാണോ അത് ഉണ്ടാക്കിയത് ആ ചെടിയുടെ മിക്കവാറും എല്ലാ ക്വാളിറ്റീസും എന്തിനുണ്ടാവും, നമ്മൾ ലെയറിങ് ചെയ്തുണ്ടാക്കിയ പുതിയ പ്ലാന്റിനും ഉണ്ടാവും. പാരന്റ് പ്ലാന്റിനുള്ള എല്ലാ ക്വാളിറ്റീസും നമ്മളിത് ചെയ്ത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, വി ഡു ദിസ് ലെയറിങ് ഫോർ പ്രൊഡ്യൂസിങ് ട്രീ വിച്ച് ഈസ് ഹാവിങ് ക്വാളിറ്റീസ് ലൈക്ക് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ഇറ്റ്സ് മദർ പ്ലാന്റ്. അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെയറിങ് ചെയ്തത് തന്നെ. അതുകൊണ്ട് എല്ലാ ക്വാളിറ്റീസും ഉണ്ടാവും. അപ്പോൾ എല്ലാ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ക്വാളിറ്റീസ് ഓൾസോ ഇൻക്ലൂഡ്സ് ബാഡ് ക്വാളിറ്റീസ് ഓൾസോ. അതിൽ എല്ലാ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ബാഡ് ക്വാളിറ്റീസും വരും. അപ്പോൾ അതായത് നമ്മൾ ലെയറിങ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഡിസീസ് അഫക്റ്റഡ് ട്രീയിലാണെങ്കിൽ നമ്മളെ പ്ലാന്റ്ലെറ്റ്സ് ഓൾസോ ഹാവ് സം ദാറ്റ് ഡിസീസസ്. ആ ഡിസീസസ് ആ പുതിയ ലെയേർഡ് പ്ലാന്റിലും വരും. ദെൻ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ഓഫ് സച്ച് പ്ലാന്റ്സ് ആർ ഫാസ്റ്റർ ദാൻ ദോസ് ഇൻ പ്ലാന്റ്സ് ഫോംഡ് ഫ്രം സീഡ്സ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ലെയറിങ് ചെയ്തുണ്ടാക്കിയ പ്ലാന്റിൽ ഉണ്ടാവുന്ന ഫ്ലവറിങ്ങും അല്ലെങ്കിൽ ഫ്രൂട്ട് ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസിയർ. അതായത് നമ്മളിപ്പോൾ ശരിക്ക് ഒരു വിത്ത് മുളപ്പിച്ച് ചെടിയാക്കി പിന്നെ അത് പ്ലാന്റായി അതിൽ ഫ്രൂട്ട് ഉണ്ടാവാനൊക്കെ ഒരുപാട് കാലതാമസം എടുക്കും. ബട്ട് ലെയറിങ് ചെയ്തുണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ലെയറിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റെമ്മിൽ തന്നെ അത് എന്തുണ്ടാവും, അത് പൂവും കായൊക്കെ വരാൻ തുടങ്ങുന്ന പ്ലാന്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അതിൽ ഫ്രൂട്ടും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻ ഓൾ ദ കേസസ് ദ ലെയർഡ് പ്ലാന്റ്സ് have more chances of producing fruits and flowers easier than those of from seed germinated plants. Then through this method we can produce more saplings within a short period. അതായത് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട്ടിലൊരു നല്ല വലിയ മാവുണ്ടെന്ന് വിചാരിക്കുക, ഒരുപാട് ചില്ലകളൊക്കെ ഉള്ള മാവാണെങ്കിൽ വി ക്യാൻ ഡു എയർ ലെയറിങ് ഇൻ ഓൾ ദീസ് സ്റ്റെം പാർട്സ്. ഇതിലുള്ള എല്ലാ കൊമ്പുകളിലും അല്ലെങ്കിൽ നമുക്ക് ഇത് എയർ ലെയറിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അറ്റ് എ ടൈം വി ക്യാൻ പ്രൊഡ്യൂസ് മോർ നമ്പർ ഓഫ് സീഡ്ലിങ്സ്. നമുക്ക് ഒരുപാട് തൈകൾ, ഇപ്പോൾ 10, 50, 100 എയർ ലെയറിങ് നമ്മൾ ചെയ്താൽ ഒരു 2 മാസം കൊണ്ട് അത്രയും തൈകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ലെയർഡ് പ്ലാന്റ്സ് ഡു നോട്ട് പൊസസ് എ ട്രാപ്പ് റൂട്ട് സിസ്റ്റം. നമ്മൾ ചെയ്യുന്ന ഈ ലെയറിങ് ചെയ്ത പ്ലാന്റിൽ തായ്വേര് പടലങ്ങൾ ഉണ്ടായിരിക്കില്ല. അതായത് ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധാരണ മാവോ പ്ലാവോ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം, നമ്മളത് ഒഴിവാക്കുന്ന സമയത്ത് വെട്ടി ഒഴിവാക്കുകയാണെങ്കിൽ അതിൻ്റെ താഴേക്ക് ഒരുപാട് വേരുകളുണ്ടാവും. ആ വേരിനെ നമുക്ക് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അത് അത്രയും ആഴത്തിൽ ഇറങ്ങിയ നല്ല വേരുകളുണ്ടാവും. ബട്ട് അവർ ലെയർഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്ലാന്റ്ലെറ്റ്സ് ഡു നോട്ട് ഹാവ് സച്ച് ടൈപ്പ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റംസ്. അങ്ങനത്തെ തായ്വേര് പടലങ്ങളെ അതിനുണ്ടാവില്ല. മുകളിൽ പടർന്ന് പിടിച്ച കുറച്ച് വേരുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊന്ന് പറയുന്നത് ദേ റിക്വയർഡ് മോർ കെയർ ദാൻ അവർ നോർമൽ പ്ലാന്റ്സ്. നമ്മൾ സാധാരണ നമ്മൾ വിത്തിൽ നിന്ന് തൈ ഉണ്ടാക്കുന്ന ചെടികളെക്കാളും കൂടുതലായിട്ട് കെയറിങ് ഇത്തരം ചെടികൾക്ക് വേണ്ടി വരും. അതർവൈസ് അതിന് എന്തെങ്കിലും ഒരു കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. Now we want to do an activity based on these qualities of a layered plant. അപ്പോൾ നമ്മൾ അടുത്ത ആക്ടിവിറ്റി എന്നിട്ട് എഴുതുക. With the information given in your textbook page number 10, write down in your science diary of the merits and demerits of plantnets produced through layering. അതായത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 10 കൊടുത്തിട്ടുള്ള ഒരു ലെയേർഡ് പ്ലാന്റിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും വിവരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ലെയറിങ് പ്രക്രിയയിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ചെടിക്ക് ഉണ്ടാകാവുന്ന മെറിറ്റ്സും ഡിമെറിറ്റ്സും യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദീസ് ടു ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ 2 columns. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 2 കോളത്തിലായിട്ട് എഴുതുക. ഇനി നമ്മളെ ഇന്നത്തെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ്, നെയിം ദ വൈറസ് ദാറ്റ് സ്പ്രെഡ്സ് കോവിഡ്-19 വൈറസ് രോഗം പരത്തുന്ന വൈറസ് ഏതാണ്? സെക്കൻഡ് വൺ, ദ മീറ്റ് മാർക്കറ്റ് ഇൻ വിച്ച് പ്രോവിൻസ് ഓഫ് ചൈന ഈസ് തോട്ട് ടു ബി ദ എപ്പിഡമിക് ഓഫ് കൊറോണ വൈറസ് ഔട്ട്ബ്രേക്സ്. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന
ഒരു മാംസ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണെന്നാണ് ചൈനയിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഫസ്റ്റ് Utricularia camerdinia, then second one seedlings that germinates from seeds. So with this I am going to wind up our today's class here.